ഇന്ന് ഞങ്ങളുടെ യാത്രയുള്ളത് പന്തളത്ത് നിന്ന് വരുന്നവർക്ക് വെറും 5 കിലോമീറ്ററും അതുപോലെ അടൂര് നിന്ന് വരുന്നവർക്ക് 10 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്താൻ കഴിയുന്ന അതിമനോഹരമായ തലയെടുപ്പോടുകൂടി പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആവാഹിച്ച് നിൽക്കുന്ന മേവരപ്പാറ എന്ന് പറയുന്ന ഒരു പാറയിലാണ് എത്തിയിട്ടുള്ളത്. പക്ഷെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാരണം ഇത് ഈ പാറയ്ക്കുള്ളത് 2 ഭാഗങ്ങളായിട്ടാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കടന്നു വരുമ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ അതിന്റെ നേരെ സെന്ററിൽ കൂടി നമുക്ക് വരാം. പക്ഷെ ഈ പാറയുടെ അപ്പുറവും ഇപ്പുറവുമായി 2 ഭാഗങ്ങളും നല്ല നിലയിലുള്ള താഴ്ചയിലാണ് ഉള്ളത്. അത് മാത്രവുമല്ല, ഈ പാറയിലേക്ക് വരുമ്പോൾ കുട്ടികളുമായി ഫാമിലികൾ വരുന്നു എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ പാറയുടെ 2 വഴികളാണുള്ളത്. ഒന്ന്, നമുക്ക് വാഹനങ്ങളിൽ വരികയാണെങ്കിൽ ഈ പാറയുടെ താഴ്ഭാഗത്ത് വാഹനം കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇറങ്ങി കാണുവാനുള്ള ഒരു സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ട് മുകളിലായിട്ട് വേറെ ഒരു വഴിയുണ്ട്. ആ വഴി കയറി വരികയാണെങ്കിൽ പാറയുടെ ഈ 2 ഭാഗത്തുള്ള കുഴിയുടെ നേരെ സെന്റർ ഭാഗത്തായിട്ട് ആ കാണുന്ന ഒരു കട്ടിങ്സിന്റെ മുകളിൽ വന്ന് നിന്നിട്ട് നല്ലതുപോലെ നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് ആസ്വദിക്കാം. പക്ഷെ അത് അതിലേക്ക് ആരും വരണമെന്ന് ഞങ്ങൾ പറയില്ല. കാരണം വളരെ ഡേഞ്ചറാണ്. കാരണം ഒരു 2 ആള് കഷ്ടിച്ച് നടന്നു പോകുന്ന ഒരു വഴി മാത്രമാണ് ഈ മുകൾ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ആ ഭാഗത്തേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കുട്ടികളും ഫാമിലികളും ഒക്കെ ആയിട്ട് വരുന്നെങ്കിൽ താഴ്ഭാഗത്തു കൂടി വന്ന് ഈ പാറയുടെ താഴ്ഭാഗത്ത് വാഹനങ്ങളൊക്കെ തന്നെ വരും. കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇത് കോറിയായിരുന്നു എന്ന് തോന്നുന്നു. പാറ എടുത്തു പോയി പാറ ഖനനം ചെയ്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ ഒരുക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇതിനെ മാറ്റിയിട്ടോ ഒന്നുമില്ല. ഇത് സാധാരണ നിലയിലുള്ള ഒരു പ്രദേശമായി തന്നെ കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ സുരക്ഷയുടെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു സംഗതി. സ്ഥലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ സുരക്ഷയുടെ കാര്യവും ശ്രദ്ധിക്കുക. കുട്ടികളും ഫാമിലിയുമായൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിന്റെ ഈ പാറയുടെ തൊട്ട് താഴെ കാണുന്ന നല്ല നെൽപ്പാടങ്ങളാണ്. അതിമനോഹരമായ നിലയിൽ ഉള്ള നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ മേവരപ്പാറ എന്ന് പറയുന്ന പാറയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒന്നുകൂടി ഇവിടേക്ക് വരാനുള്ള റൂട്ട് പറഞ്ഞു തരാം. പന്തളത്ത് നിന്ന് വരികയാണെങ്കിൽ 5 കിലോമീറ്ററിനുള്ളിലും അടൂർ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഒരു 10 കിലോമീറ്ററിനുള്ളിലും എത്തുമ്പോൾ ഈ പാറ എത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.